ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇപ്പം രാവിലെ 5:30 രാവിലെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അപ്പോൾ നമുക്ക് കിഴക്ക് കയാക്കിംഗ് എന്ന് പറയുന്ന വൈക്കത്തുള്ള സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഭയങ്കര സംഭവം എന്ന് പറയുന്നത് 2.5 മണിക്കൂറിൻ്റെ കയാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഗൈസ്, ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി ഒരു 2 വളവ് കൂടി മുന്നോട്ട് പോകണം, എന്നാലാണ് നമുക്ക് ഈ ഷെഡിൽ എത്താൻ പറ്റുക. ഈ ഷെഡിലാണ് ഇവർ കയാക്കിംഗ് ബോട്ടുകളൊക്കെ നിരത്തി വെച്ചിട്ടുള്ളത്. അവിടെ ഒരു പുള്ളി ഉണ്ടാവും. രാവിലെ ഞങ്ങൾ 5:30 എത്തിയപ്പോൾ തന്നെ അവിടെ ഹെൽപ്പർ വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി നമ്മുടെ കൂടെ കയാക്കിങ്ങിന് വരും. അവിടെ എങ്ങനെയൊക്കെയാണോ ഈ കയാക്കിംഗ് യൂസ് ചെയ്യേണ്ടത്, കയാക്കിംഗ് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതുമാത്രമല്ല, ഈ 2.5 മണിക്കൂറും നമ്മുടെ കൂടെ തന്നെ ഈ പുള്ളി വന്ന് നമ്മുടെ വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു തരും. അതൊരു വളരെ നല്ല കാര്യമാണ് ഗൈസ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ എടുത്ത കയാക്കിങ്ങിന് വെറും 600 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് അവരോട് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും സെറ്റാക്കി തരുന്നുണ്ട്. ഗ്രീൻ തോണി, ഓറഞ്ച് തോണിയാന്ന് അധികം അല്ലേ? നല്ല രസമുണ്ടല്ലേ വാവേ. ഏർലി മോർണിംഗ് 5:30 ഒരു സൺറൈസിന്റെ ഒരു വ്യൂ കാണാനുള്ള കയാക്കിങ്ങും, അതുകൂടാതെ പിന്നെ ഈവനിങ് 3 o'clock ഒരു ഈവനിങ് സൺസെറ്റിന്റെ വ്യൂ കാണാനുള്ള ആ ഒരു കയാക്കിങ്. ഇങ്ങനെ ഒരു 2 ടൈമിംഗ് ആണ് ഇവർക്കുള്ളത്. ഗൈസ്, എന്താ പറയുക, എനിക്ക് കയാക്കിങ്ങിന് ഞാൻ ഇതുവരെ പോയതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. കുറച്ച് മുന്നോട്ട് എത്തി ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പം റോഡെന്ന് പറയുന്നത് റോഡല്ല, നമ്മുടെ വെള്ളം, നമ്മുടെ റിവർ പോകുന്ന ലേക്ക് പോകുന്ന വഴി ഒരു നേരോ റോഡായി തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് എന്താ പറയണ്ട തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആ പോകുന്ന വഴിക്ക് 2 ബ്രിഡ്ജ് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് നടന്നു പോകാൻ വെച്ച മരത്തിൻ്റെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. ആ പാലങ്ങളൊക്കെ കടന്ന് വേണം പോകാൻ. അതിൻ്റെ ഉള്ളിലൂടെ മണങ്ങി നിന്ന് ആയി പോകുന്നുണ്ടോ, അതുപോലെയൊക്കെ വേണം പോകാൻ വേണ്ടി. അതൊക്കെ നല്ലൊരു രസമായിരുന്നു. അതൊക്കെ നല്ല ശരിക്കും എൻജോയ് ചെയ്തു. അത് മാത്രമല്ല, നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ഗ്യാങ് നല്ല ഗ്യാങ്ങായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ച് സംസാരിച്ചുകൊണ്ട് ചില സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഗ്യാങ്ങായിട്ട് ഇങ്ങനെ നിൽക്കും. ഗ്യാങ്ങായി നിന്നതിന് ശേഷം കുറച്ച് നേരം സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് പോയത്. പിന്നെ ഈ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ഈ നാരോ റോഡിലെത്തിയതിന് ശേഷമുള്ള ആ ഒരു ബ്യൂട്ടി ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവലാണ്. അമ്മ തൊട്ടട്ടെ. പിടിക്കാൻ പറ്റിയില്ല നമുക്ക്. ആ അതെ, വീട്ടിലാ പോന്നു. കാറ് വെച്ചെടുത്താണ് നമ്മൾ പോകുന്നു കേട്ടോ. നൈനൂസ് ആദ്യമൊക്കെ കയറിയ സമയത്ത് ആ ഒരു വലിയ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തെത്തിയപ്പോൾ നൈനൂസിന് പേടിയായിരുന്നു. മോള് പറയുന്നുണ്ടായിരുന്നു തിരിച്ചു പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നൈനൂസ് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ കയാക്കിങ്ങിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവര് ഭയങ്കര ദൂരാണല്ലോ. ഈ ഒരു വ്യൂ ആണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ത് ഭംഗിയാണെന്നറിയോ, ഈ ഒരു നേരോ ലേക്കിൽ നിന്ന് പുറമേയുള്ള ശരിയായ ലേക്കിലേക്കുള്ള ആ ഒരു എൻട്രി, അത് ഒരു വേറെ ലെവലായിരുന്നു. ആ ഫീല് അവസാന പോയിന്റാണ്. ഇനി ഞങ്ങൾ തിരിച്ച് അവിടത്തേക്ക് എത്താറായി. 8:15